സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. വിശ്വാസിനികളെ നിങ്ങൾക്ക് കാണാം നബിയെ പരലോകത്ത്. അവർക്ക് അല്ലാഹു നൽകുന്ന നൂറ്. സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരേ നൂറല്ല. നൂറേറ്റവും ചുരുങ്ങിയ ആള്, പ്രകാശം വെളിച്ചം എന്നൊക്കെ നമ്മൾ നൂറിന് അർത്ഥം വെക്കും. ഏറ്റവും കുറവുള്ള ആള് കാലിന്റെ തള്ളവിരലിൽ മാത്രം പ്രകാശിക്കുന്നവനാണ്. ശരീരത്തിൽ വേറെ എവിടെയും വെളിച്ചം കിട്ടാനില്ല, അവിടെ മാത്രം ഒരു വെളിച്ചം. അത് തന്നെ ചിലപ്പോൾ ഒന്ന് പ്രകാശിക്കും, ചിലപ്പോൾ അണഞ്ഞു പോകും. പ്രകാശിക്കുമ്പോ അയാൾ മുന്നോട്ട് നടക്കും, അണഞ്ഞു പോകുമ്പോ അവിടെ നിൽക്കും, പിന്നെയും കത്തുമ്പോ പിന്നെയും മുന്നോട്ട് പോകും. ഒരു പക്ഷേ രക്ഷപ്പെട്ടെന്ന് വരും, അല്ലെങ്കിലോ അയാൾ ജഹന്നമിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശരീരത്തിന്റെ ഭാഗങ്ങളിൽ മുൻഭാഗത്തും വലതുഭാഗത്തും പ്രോജ്വലിക്കുന്ന നല്ല വെളിച്ചവുമായി മുന്നോട്ട് പോകുമ്പോ വല്ലാത്ത സന്തോഷം മുഅ്മിനീങ്ങളെ മുഖത്ത് രൂപപ്പെട്ടു വരും. അവർക്കുള്ള സന്തോഷം അവർക്ക് ഉറപ്പാണ്, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന്. അതിനാണ് അല്ലാഹു തആല ആ വെളിച്ചം നൽകിയിട്ടുള്ളത്. വെളിച്ചം കിട്ടാതെ അമ്പരപ്പോടെ നിൽക്കുന്നവരാണ് കാഫിറുകൾ. അവർ കൂടെ നിൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഒപ്പം നിൽക്കരുത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ, ഇന്നത്തെ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കണം. മുഅ്മിനീങ്ങളെ കൂടെ നിൽക്കരുത്, വേറിട്ട് നിൽക്കണം. മാറി നിൽക്കാൻ പറയുന്നു മറ്റൊരു ഭാഗത്തേക്ക്. മുഅ്മിനീങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നാലെ വന്നുകൊണ്ട് മുനാഫിഖുകൾ പറയും, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? എന്തിനൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നാ സഹോദരങ്ങളെ ചോദിക്കുന്നത്. നിസ്കാരത്തിനൊക്കെ നമ്മളെ കൂടെ എത്ര ആളുകളുണ്ട്, പക്ഷേ ഈമാൻ ഉറച്ചവർ വളരെ കുറവാണ്. ശരിയായ നിലക്ക് തൗഹീദ് ഉറച്ചവർ, ഈമാൻ ഉറച്ചവർ കുറവാണ്. ചിലര് ചിന്തിക്കുന്നത് എല്ലാം ശരിയാണ് എന്നാണ്. അത് തന്നെ മോശാണ്. ആ വിശ്വാസം തന്നെ വിശ്വാസമല്ല. എല്ലാം ശരിയാണ് എന്ന വിശ്വാസം ഒരിക്കലും ശരിയല്ല. യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്ന ഈമാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാൻ മാത്രമാണ്. സഹോദരങ്ങളെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ തുലോം കണക്കിന് കുറവാണ്. ശരിയായ ഉറച്ച ഈമാനുള്ള മുഅ്മിനീങ്ങൾ കുറവാണ്. ഇവര് ചോദിക്കുന്നു, യുനാദൂനഹും, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അലം നകും മഅകും. അല്ലാഹു തആല മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. മുഅ്മിനീങ്ങളോട് മുനാഫിഖുകൾ പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒന്ന് വരട്ടെ. ഞങ്ങളെ ശരീരത്തിൽ എവിടെയും വെളിച്ചമില്ല, എല്ലാ ഭാഗങ്ങളിലും ഇരുട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാത്തു നിൽക്കുമോ? ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ഖാലൂ ബലാ. ഈമാനുള്ളവർ പറയും, ശരിയാണ്, നിസ്കരിക്കാനുണ്ടായിരുന്നു, നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും കല്യാണത്തിനും മയ്യത്ത് നിസ്കാരത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർത്തബതും. നിങ്ങൾ പല വിഷയങ്ങളിലും പിറകോട്ട് നിന്നു, വർത്തബത്തും, പല വിഷയങ്ങളിലും നിങ്ങൾ സംശയിച്ചു. അല്ലേ? എന്തെല്ലാം വിഷയങ്ങളിലാ സംശയം? ഒന്ന് സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് സംശയം തുടങ്ങി, മൗലിദ് ഓതുമ്പോഴേക്ക് സംശയം തുടങ്ങി. കൽബിൽ ഈമാൻ ഉറച്ചിട്ടില്ലേ? കൂടെ പോണ്ടി വരും കേട്ടോ. അതിന് പങ്കെടുത്തുകൊണ്ട് രക്ഷപ്പെടില്ല. നേർക്കേറെ ഈമാൻ ഉറക്കണം. നേർക്ക് നേരെ ഈമാൻ ഉറക്കണം. കുറ്റി അളകാത്ത കറക്റ്റുള്ള ഈമാന് വേണം. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോടൊക്കെ പറയട്ടെ, ഓൽക്കെന്താ കുഴപ്പം? അങ്ങനെയാണ് നമ്മൾ ആൾക്കാർ ആദ്യം ചോദിക്കും. ഓൽക്കെന്താ കുഴപ്പം? നമ്മളെക്കായാലും ഉഷാറാണ് ഓല്. സ്കാരത്തിനൊക്കെ ഓല് ഒന്നാം സഫിലാണ്. അത് റെഡിയാണ്, ഒന്നാം സഫിലാണ്. ഒന്നാം സഫിൽ പലരെയും കാണും. ഉമ്മമാരെ, മുനാഫിക്കുകളുടെ നേതാവ് മദീനത്തെ ഒന്നാം സഫിലായിരുന്നു. മദീനയിലെ മുനാഫിഖീങ്ങളെ നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂല്. ഞാൻ അതിന് റളിയല്ലാഹു അൻഹു ചെല്ലരുതേ,
ചെല്ലത്. അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സലൂൽ എന്നാ ഓന്റെ പേര്. ഉബയ്യ എന്ന വാപ്പാന്റെയും സലൂൽ എന്ന ഉമ്മാന്റെയും മോനെ അബ്ദുള്ള. അവന് മദീനത്തെ 1-ാം സൊഫിലായിരുന്നു. വല്ല കാര്യമുണ്ടോ? 1-ാമത്തെ സൊഫിലല്ലേ നിന്നിരുന്നത്. സൊഫിൽ നിന്നിട്ട് സൊഫ് ശരിയാക്കുന്ന ആളായിരുന്നു. നമ്മളെ വാണിമേല് പള്ളിയിലല്ല, മദീനത്തെ പള്ളിയിലാണ്. ഡിഗ്രി എത്രയോ കൂടുതലാണ്. ഇവിടത്തെ ഇമാമല്ല, ഇമാമുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാമ്. അത്തരത്തിലൊരു ഇമാമിനെ ലോകത്തിന് വേറെ കിട്ടൂല. ആ ഇമാമിന്റെ പിന്നിൽ 1-ാമത്തെ സൊഫിൽ നിന്ന് നിസ്കരിച്ച ആളാണ്. എന്തുണ്ട് കാര്യം, എന്തുണ്ട് നേട്ടം? അവന് ഉറച്ച ഈമാനില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. മൂല്യരെല്ലാരും അങ്ങനെ ഈമാനെന്ന് തള്ളുകയാണ് എന്ന് പറയണ്ട. അവന്റെ ജനാസ നിസ്കരിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കണ്ടെന്ന് നിർദ്ദേശം വരാത്തത് കൊണ്ട് തങ്ങൾ നിസ്കരിക്കാൻ വന്നു. നിസ്കരിക്കാൻ വന്നപ്പോഴേക്കെന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇക്കിടക്കുന്ന മനുഷ്യന് തങ്ങൾ ജനാസ നിസ്കരിക്കാണോ? തങ്ങളെ ഇൽമുൽ ഗൈബ് ആദ്യമായി ചോദ്യം ചെയ്തത് കിടക്കുന്ന മനുഷ്യനാണ്. മുത്തുനബി തങ്ങൾക്ക് അദൃശ്യജ്ഞാനം അല്ലാഹു നൽകിയിട്ടില്ല എന്ന് അവന്റെ ഒരു വായാടിത്തം. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിഞ്ഞു പോരാ നേരത്ത് ശക്തമായ കാറ്റടിച്ച് വീശി. സാധാരണ കാറ്റല്ല, കാറ്റടിച്ച് വീശിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാറ്റ് എനിക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. നമുക്കൊന്നും അങ്ങനെ സന്ദേശം കിട്ടൂല, നമ്മൾ സാധാരണക്കാരാണ്. കാറ്റ് എനിക്ക് നൽകിയൊരു വിവരം ഉണ്ട്. മദീനയിൽ റിഫാത്ത് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്, അത് വേറൊരു മുനാഫിക്കാണ്. അയാൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാറ്റ് അറിയിച്ചത്. ആ വിവരം പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് മദീനയിലേക്ക് യാത്ര തിരിക്കണമല്ലോ. എന്റെ ഒട്ടകത്തെ ഇവിടെ കെട്ടിയിരുന്നു, പക്ഷേ കാണാനില്ല. 2 സ്വഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കണം, പരിസരത്ത് എവിടെങ്കിലും ഉണ്ടാകുമല്ലോ, അതിനാ പോയി നോക്കാൻ പറഞ്ഞത്. ഈ അബ്ദുല്ലാഹിബ്നു സലൂൽ അപ്പൊ തന്നെ തിരിപ്പ് തുടങ്ങി. അവന്റെ ആളുകളെ കാതിൽ കുസുകുസു പറയാൻ തുടങ്ങി. അവൻ എന്താ പറയുന്നത് എന്ന് സ്വഹാബത്തിന് വ്യക്തമായി മനസ്സിലായി. അവൻ പറഞ്ഞു, വലിയ രസമുണ്ട് കാര്യം, കേട്ടിട്ട് തന്നെ ചിരി വരുന്നുണ്ട്. കിലോമീറ്റർ സഞ്ചരിക്കേണ്ട മദീനയില് ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് കുറച്ചു നേരം മുമ്പ് പറഞ്ഞത്. ഇപ്പരിസരത്ത് എവിടെയോ പോയ ഒട്ടകത്തെ കാണാനില്ല, തിരയാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. ഇവിടെ തിരിയാത്ത ആളാണോ മദീനത്തെ കാര്യം പറയുന്നത്? ഇവിടെയുള്ള ഒട്ടകം എവിടെ പോയി എന്ന് അറിയാത്ത ആളാണോ മദീനയിൽ മരിച്ച വിവരം പറയുന്നത്? ഇത് കേട്ടിട്ട് തന്നെ വലിയ രസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിവരം ശരിയല്ല എന്നാണ് അവൻ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് കേട്ട ഉടനെ സ്വഹാബത്ത് പോയി പറഞ്ഞപ്പോ തിരയാൻ വേണ്ടി പറഞ്ഞയച്ച 2 സ്വഹാബിമാരെയും മടക്കി വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ വിഷമിക്കേണ്ടതില്ല, തെരഞ്ഞിട്ട് കിട്ടാത്തതിൽ വിഷമം തോന്നണ്ട. അക്കാണുന്ന മരം കണ്ടില്ലേ, ആ മരത്തിന്റെ ശിഖരത്തിൽ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒന്ന് പോയി കെട്ടയിച്ച് വന്നോളൂ. എത്ര കൃത്യമായിട്ടാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇൽമുൽ ഗൈബ് തങ്ങൾക്കറിയില്ല എന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി ആരാന്നറിയോ? അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സലൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും ഏറ്റവും നിന്യന്മാര്, നിസാരന്മാര് എന്ന് പേരിട്ട് വിളിച്ചതും അവനാണ്. അവനല്ലേ ആ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ അവന്റെ ആളുകളെ ചവിട്ടിൽ പറഞ്ഞത്, മദീനയിലെത്തട്ടെ ഈ സാധുക്കളെ ഒന്നിനും കൊള്ളാത്തവരെ അതല്ല് എന്നാണ് അവൻ പ്രയോഗിച്ചത്. അറബിയില് മുത്തുനബി തങ്ങളെ കണ്ടാൽ തന്നെ ആരും പ്രയോഗിക്കാത്തൊരു പ്രയോഗം. നബി തങ്ങളെ 1 മിനിറ്റ് അനുഭവിച്ചാൽ ഒരാളും പറയാത്തൊരു വാക്ക്. തങ്ങളെപ്പറ്റിയും സഹാബത്തിനെ പറ്റിയും അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സലൂൽ പറഞ്ഞു, നമ്മൾ നല്ല യോഗ്യന്മാര്, നല്ല ഇസ്സത്തുള്ളവര്, മദീനയിലെത്തിയാൽ ഈ സാധുക്കളെ ആട്ടി പുറത്താക്കും. അള്ളാഹു അതിന് മറുപടി കൊടുത്തു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ആ പറഞ്ഞ ആൾക്കല്ല ഇസ്സത്ത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പറഞ്ഞ മുനാഫിഖീങ്ങൾക്ക് കാര്യം അറിയാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്തവന് എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ അതിലപ്പുറം വിമർശനം വേറെ പറയല്ല. പിന്നോൻ എന്തിനാ നല്ലത്? ഒരാളെ പറ്റി ഒന്നും അറിയാത്ത ആള് എന്നുള്ളതാണ് ഏറ്റവും വലിയ അയാളെ പറ്റിയുള്ള പോരായ്മ. ഇതിലപ്പുറം എന്താ പറയേണ്ടത്? ഒരാളെ പറ്റി